കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ബാങ്കിന് മുന്നിൽ പ്രതിഷേധം. മാപ്രാണം സ്വദേശി ജോഷിയാണ് ബാങ്കിന് മുന്നിൽ വസ്ത്രം ഊരി പ്രതിഷേധിച്ചത്. മന്ത്രിമാരായ ബിന്ദുവിനും വാസുവിനും കത്തുകൾ അയച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ജോഷി പറയുന്നു. വിവരങ്ങളുമായി മനോജ് ഇരുന്നുണ്ട്. മനോജ്, പ്രതിഷേധിച്ച ജോഷി എന്താണ് കാരണം പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ജോഷി നേരത്തെ തന്നെ കരുവന്നൂർ ബാങ്കിന്റെ ഭരണസമിതിക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അവിടെ നിന്നും നടപ്പ് സമരം ഉൾപ്പെടെ നടത്തിയിരുന്നു. പിന്നീടാണ് ഈ ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം, അതായത് വസ്ത്രം ഊരി പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് ഈ കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെത്തിയത്. തുടർന്ന് ഈ കരുവന്നൂർ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്തും അതുപോലെ മോഹൻദാസുമായും സംസാരിച്ചു. എന്നാലും ചർച്ച നടത്തിയതിൽ ഈ ബന്ധുക്കളുടെ പേരിലുള്ള മുഴുവൻ നിക്ഷേപമായിട്ടുള്ള തുക 60 ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നാണ് ബാങ്ക് പറഞ്ഞത്. ഇതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രം ഉരിഞ്ഞു മാറ്റി പ്രതിഷേധം നടത്തിയത്. എന്തായാലും ഈ ജോഷിയുടെ പേരിലുള്ള തുക 28 ലക്ഷം തിരികെ നൽകിയിട്ടുണ്ടെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചത്. എന്നാൽ ജോഷിയുടെ ഭാര്യയുടെയും മാതാവിന്റെയും സഹോദരിയും അടക്കം 60 ലക്ഷത്തോളം രൂപ തിരിച്ചു കിട്ടാനുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ജോഷി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ തിരികെ നൽകാത്തതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ജോഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുൻപും ഇത്തരത്തിൽ തന്നെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിൽ കരുവന്നൂർ ബാങ്കിലെ ഭരണസമിതിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് ഈ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഈ നിക്ഷേപ തട്ടിപ്പ് അത് വലിയ തരത്തിൽ ചർച്ചയായപ്പോഴും ഇത്തരത്തിൽ നിക്ഷേപകർക്ക് അവിടെ വന്ന് സമരം ചെയ്യുന്ന, അതുപോലെ നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. കരുവന്നൂർ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. അത്തരത്തിൽ CPM-ന്റെ ഭരണസമിതി അവിടെ ഉണ്ടായിരുന്നപ്പോഴും CPM-ന്റെ നേതാക്കളൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പലരും, കൗൺസിലർ ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നിക്ഷേപകർ ഈ ബാങ്കിന്റെ പുതിയ ഭരണസമിതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ശരി.